ആലപ്പുഴയിലെ വിഷ്ണു ബാബുവിനെ കപ്പലിലെ ജോലിക്കിടെ കാണാതായിട്ട് 1 കൊല്ലം കഴിയുന്നു. വാർത്തകൾ നിറഞ്ഞ ഈ സംഭവത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവഗണിച്ചു എന്ന സങ്കടത്തിലാണ് വിഷ്ണുവിൻ്റെ കുടുംബം ഇപ്പോൾ. വിഷ്ണുവിൻ്റെ പിതാവ് ബാബു തിരുമല 24 മനസ്സ് തുറക്കുകയാണ്. 2024 ജൂലൈ 17 ഡെൻസായ് മറൈൻ കമ്പനിയുടെ SSI റെഡ് സല്യൂട്ട് കപ്പൽ ചൈന തീരം ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. കപ്പലിലെ ഏക മലയാളി ജീവനക്കാരൻ ആലപ്പുഴ സ്വദേശി വിഷ്ണു ബാബു രാത്രിയോടെ വീട്ടിൽ വിളിച്ച ഏറെ നേരം സംസാരിച്ചു. കപ്പൽ മലാക്ക കടലിടുക്കിലൂടെ യാത്ര തുടർന്നു. പിന്നീട് വിഷ്ണുവിനെ ആരും കണ്ടിട്ടില്ല. അങ്ങനെ ഗുഡ് നൈറ്റ് പറഞ്ഞാണ് അവൻ പോകുന്നത്. വളരെ ഹാപ്പി ആയിട്ടാണ് തലേ ദിവസം വിളിച്ച് എന്നോടും അവൻ്റെ അമ്മയോടും ഒക്കെ സംസാരിച്ചത്. ദിവസമാണ് നമുക്ക് ഞെട്ടിക്കുന്ന, നമുക്കൊരിക്കലും വിശ്വസനീയമായിട്ടുള്ളതല്ലാത്ത ഒരു വാർത്ത കേൾക്കേണ്ടി വന്നത്. കടലിലേക്ക് വീണെന്നാണ് കപ്പൽ കമ്പനിയുടെ വിശദീകരണം. ഷിരൂർ ദുരന്ത സമയത്തായിരുന്നു വിഷ്ണുവിനെയും കാണാതായത്. സർക്കാരുകളുടെ ശ്രദ്ധ വേണ്ടത്ര ലഭിച്ചില്ലെന്ന കുടുംബത്തിന്റെ സങ്കടം ഇന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. സഹായത്തിനായി മുട്ടാത്ത വാതിലുകളില്ല. നിരാശയോടെ മടങ്ങേണ്ടി വന്നു പലയിടങ്ങളിൽ നിന്നും. നാളിതുവരെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയോ ഈ വീട്ടിലെ എന്തെങ്കിലും വിവരങ്ങൾ തിരക്കുകയോ ഒന്ന് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ വന്ന് നേരിട്ട് കാണുകയോ ചെയ്തിട്ടുള്ളതാണ് ഖേദകരമായിട്ടുള്ളൊരു വസ്തുത. ഇപ്പോഴും ഞങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുന്നത് പോലെയാണ്. അച്ഛൻ, അമ്മ, സഹോദരി. പുന്നപ്രയിലെ വാടക വീട്ടിൽ 3 മനുഷ്യർ ഇന്നും അവനു വേണ്ടി കാത്തിരിക്കുന്നു, അവൻ്റെ സ്വപ്നങ്ങളുമായി. അവനിപ്പോൾ 1 വർഷം കഴിഞ്ഞു കാണാതായിട്ട്. അവൻ്റെ ആഗ്രഹം അവൻ വരുമ്പോഴത്തേക്കെങ്കിലും സാധിച്ചു കിട്ടുന്ന രീതിയിൽ ഞാനിപ്പോൾ 5 മാസമായിട്ട് വീട് പുനർനിർമ്മിക്കുന്നതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സർക്കാരുകൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ, കാണാതായിടത്ത് തെരച്ചിൽ നടത്താൻ ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ വിഷ്ണു ഇന്നും വിളിപ്പുറത്തുണ്ടാകുമായിരുന്നെന്ന കുടുംബം വിശ്വസിക്കുന്നു. അവനെ കാണാനില്ല എന്നറിഞ്ഞ നാൾ മുതൽ പൂർണ്ണമായിട്ടും ഉറക്കം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഉറങ്ങാൻ പറ്റില്ല. ഒരു മാതാവിനും പിതാവിനും എങ്ങനെ ഉറങ്ങാൻ പറ്റുക? ആലപ്പുഴയിൽ നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. അടുക്കളയിൽ നിന്ന് ചില ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.